നമസ്കാരം. ക്ലെമീസ് പിതാവിന്റെ ഒരു പ്രതികരണം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വലിയ ആശ്വാസമാണ് തോന്നിയത്. കാര്യം ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരെ പിടിച്ച് ജയിലിൽ അടച്ചതിന് ശേഷം ഇവിടെ കിടന്നുള്ള നാവുകൊണ്ടുള്ള ഗീർവാണങ്ങൾ കേട്ടിട്ട് അതെല്ലാം വെറും ഡയലോഗടി മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കുറച്ച് വൈകിയെങ്കിലും ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളെ തിരിച്ചറിയാൻ ലോഹയിട്ട പിതാക്കന്മാർക്ക് കഴിയുന്നു എന്നറിയുന്നത് ഈ നാടിന്റെ മതേതരത്വത്തെ സംരക്ഷിക്കാനുള്ള ഒരു തിരിച്ചറിവാണെന്ന് പറയേണ്ടി വരികയാണ്. ഛത്തീസ്ഗഡിൽ ഇവിടുത്തെ ഡയലോഗിനപ്പുറം എന്താണ് സംഭവിക്കുന്നതെന്നും ഇവിടുത്തെ BJP-ക്കാരായിട്ട് നടക്കുന്നവർക്ക് ഈ സ്റ്റേറ്റ് വിട്ടാൽ വെറും പുല്ലുവിലയാണെന്നുള്ള യാഥാർത്ഥ്യം കണ്ണാലെ കാണുന്ന സന്ദർഭം. ആ കണ്ണാലെ കാണുമ്പോഴും ഇന്നലകളിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തി അവർ മധുരം പുരട്ടുന്ന വാക്കുകളിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ പലതും നിങ്ങളെ കുപ്പിയിലിറക്കാനാണെന്നും അതിലൂടെ നിങ്ങളുടെ കുഴി നിങ്ങൾ തന്നെ തോണ്ടുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിനു ശേഷം ഇന്നിപ്പോ ആ കന്യാസ്ത്രീമാരെ വേട്ടയാടുന്നത് നേരിൽ കണ്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് നേരത്തെ പറഞ്ഞ പോലെ ആശ്വാസം തന്നെയാണ്. അത് വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് മാത്രമല്ല, മതേതരത്വം എന്നത് ഈ രാജ്യത്തിന് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി കൊടുക്കുന്ന ഒരു നാടിന് കൂടിയാണ്. ഈ സിസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ, അവർ ജയിലിലാണ്, ജാമ്യം ലഭിച്ചിട്ടില്ല. ഇതൊരു മാനദണ്ഡമായിരിക്കും. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതും മുൻപോട്ടുള്ള കാര്യങ്ങൾ പോകുന്നതും സ്വാഭാവികമായി. അപ്പോൾ തീർച്ചയായും ഇവർക്ക് ലഭിക്കേണ്ടുന്ന ഒരു നീതി ലഭിക്കാതെ വരുമ്പോൾ പിന്നെ എന്ത് ചങ്ങാത്തം, പിന്നെ എങ്ങനെയാണ് നമുക്കൊരു സാഹോദര്യത്തിന്റെ പൂർണ്ണത പറയാൻ കഴിയുക? അതുകൊണ്ട് പറയുന്നത് പ്രവർത്തിക്കുക, പ്രവർത്തിക്കുന്നതിൽ ആത്മാർത്ഥത എല്ലാവരും പ്രകടമാക്കുക, ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയല്ല, ഇത് നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ ഈ സിസ്റ്റേഴ്സിന് നീതി ലഭിക്കണം. നീതി ലഭിക്കുമെന്ന് ഉറപ്പായി കഴിയുമ്പോഴാണല്ലോ ബാക്കി സംസാരം. ആദ്യം അത് നടക്കട്ടെ, അതിനുശേഷം നമുക്ക് ചായ കുടിക്കാം. അതെ, ചായ കുടിയും സൽക്കാരവും ഒക്കെ ഇനി പിന്നെ മതി. നമ്മൾ എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങളൊക്കെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധം എപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഏറ്റവും ദുരന്തത്തിൽപ്പെടുമ്പോൾ, ഏറ്റവും അപകടത്തിൽപ്പെടുമ്പോൾ, ഏറ്റവും പ്രതിസന്ധിയിലായി പോകുമ്പോൾ അവർ നമ്മെ എങ്ങനെ സഹായിക്കുന്നു എന്ന നിലയ്ക്കാണ്. സഹായം കണ്ടില്ലേ? ഡയലോഗ് അടിക്ക് ഒരു കുറവുമില്ല. കൂസാക്കാരന്മാരുടെ കച്ചവടത്തിന് വേണ്ടിയെല്ലാം അവരെയും കൂടി ഒപ്പം നിർത്തിക്കൊണ്ട് അവർക്ക് ഫണ്ടിങ് ചെയ്തുകൊണ്ട് ഈ ക്രിസ്ത്യൻ വിഭാഗത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നാളുകളിൽ ഈ നാട്ടിൽ അവരെ അരക്ഷിതാവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള നീക്കം നടക്കുന്നത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ പോലും സമാധാന ജീവിതം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയേനെ. ഈ ഒരു സന്ദർഭം മുൻനിർത്തിക്കൊണ്ട് ഇനിയെങ്കിലും തിരിച്ചറിയാം, അധികാര കസേരയിലേക്ക് ഒരിക്കലും ഇവർ എത്താൻ പാടില്ലാത്ത വിഭാഗക്കാരാണ്. അവർ ദുരുദ്ദേശമുള്ളവരാണ്. ലക്ഷ്യം മാത്രമാണ് അവർക്ക് ഏറ്റവും മുൻഗണനയായിട്ടുള്ളത്. ആ ലക്ഷ്യത്തിലേക്ക് കടക്കാൻ ഏതു വഴിയും സ്വീകരിക്കുന്നവരാണ്. അത് തിരിച്ചറിയുന്നത് ലോഹയിട്ട എല്ലാ പിതാക്കന്മാർക്കും നല്ലതാണ്. സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് അന്നും പറഞ്ഞിരുന്നു, ഇന്നും പറയുന്നുണ്ട്. അന്ന് നിങ്ങൾ കേൾക്കാത്ത സന്ദർഭത്തിൽ അതിരൂക്ഷമായി പറയേണ്ടി വന്നു. അപ്പോഴും നിങ്ങൾ കരുതിയിരുന്നു സംഭവിക്കാൻ പോകുന്നതല്ല, മറ്റ് രാഷ്ട്രീയ താല്പര്യമാണെന്ന്. മുനമ്പത്ത് നിങ്ങൾ കണ്ടു, പറഞ്ഞ വാക്കിനെ തൊണ്ട തൊടാതെ വിഴുങ്ങി നിങ്ങളെ അപ്പാടെ പറ്റിക്കുന്ന ഒരു ഉദാഹരണം ഉണ്ടായി. അവിടെ നിങ്ങൾ പഠിച്ചില്ല. ഇവർ ചതിയന്മാരാണ്, വഞ്ചകന്മാരാണ്. ഇവർ പറയുന്നതിനെ ഒന്നും അങ്ങ് നോർത്തിൽ കിടക്കുന്നവർ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, സൗത്തും നോർത്തും തമ്മിലുള്ള രണ്ട് മനോഭാവക്കാരാണെന്നും നമ്മൾ ഇന്നലകളിൽ 1950 മുന്നോടിയായിട്ട് ഇതുപോലെ അല്ലായിരുന്നു, പല നാട്ടുരാജ്യങ്ങളായിരുന്നു, നമ്മൾ മദിരാശിയായിരുന്നു, തിരുക്കൊച്ചിയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്റ്റേറ്റ് വൈസ് രൂപീകൃതമായിട്ട് എത്ര വർഷമായി എന്ന് ചിന്തിച്ചാൽ മതി. അവർക്ക് നമ്മളോട് പ്രത്യേക മമതയൊന്നും ഇല്ല. അപ്പോ അവിടത്തെ എന്താണോ നാളെ ഇവിടെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഇവിടെ നടപ്പാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ജാതീയത കൊടികുത്തി വാഴുന്ന രീതിയിലേക്ക് ആ മനോഭാവക്കാരാൽ നമ്മൾ തിരിച്ചു നടന്നു പോകണമോ എന്ന് ചിന്തിക്കാനുള്ള ഒരു ഉദാഹരണത്തിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞ പോലെ കർത്താവിന് പോലും നിങ്ങളെ ഇനി ചിലപ്പോ രക്ഷിക്കാനായെന്ന് വരില്ല.